അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്തു ഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹി ഹബീബി. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതിൻ്റെ പഠനവും അതിനെ സ്നേഹിക്കലും ഒക്കെ വലിയ പ്രതിഫലം ഉള്ള കാര്യമാണ് എന്ന് മാത്രമല്ല, മക്കൾ ഖുർആൻ ഓതിയാൽ അതിൻ്റെ ഒരു ഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിലുണ്ട്, മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയും അതിലുള്ളതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്താൽ, അഥവാ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ, ഉൽബിസ വാലിദാഹു, അവൻ്റെ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കപ്പെടും താജൻ, ഒരു കിരീടം, യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ. ലൗഉഹു, ആ കിരീടത്തിൻ്റെ ഒരു പ്രകാശം, അഹ്സനു മിൻ ലൗഇ ശംസി ഫി ബുയൂത്തി ദുനിയ, നമ്മൾ കാണുന്ന സൂര്യൻ്റെ പ്രകാശത്തിനേക്കാളും ഏറ്റവും മെച്ചമായതാണ്. അതിനേക്കാൾ വലിയ ഒരു പ്രകാശം ആ കിരീടത്തിനുണ്ടാകും. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ലൗകാനത്ത് ഫീക്കും, നിങ്ങൾ അതിൽ പെടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളെ സന്തോഷം? അപ്പം അലന്നുക്കും ബില്ലദി അമില ബിഹ, ഇത് ഖുർആൻ പാരായണം ചെയ്ത ഒരാളുടെ മാതാപിതാക്കൾക്ക് കിട്ടുന്നതാണ്. എന്നാൽ പാരായണം ചെയ്ത് അവന് കിട്ടുന്ന എന്തായിരിക്കും? ഇതിനേക്കാൾ വലിയ അനുഗ്രഹമായിരിക്കുമല്ലോ, ആയിരിക്കുമല്ലോ അവന് കിട്ടുക. അപ്പോൾ ഖുർആൻ്റെ ഖുർആൻ പാരായണം ചെയ്താൽ അത് അവൻ്റെ മാതാപിതാക്കൾക്ക് അതിൻ്റെ ഫലം കിട്ടും. മാത്രമല്ല, വേറെ ഹദീസിൽ പറയുന്നത്, മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമാ തഅഖറ, മുൻകഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹുവിന് പുറത്തു കൊടുക്കും. വരാനിരിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആയുസ് കൂടും എന്നാണ്. മാത്രമല്ല, ഖുർആൻ മകനെ പഠിപ്പിച്ചാൽ ആ മകൻ ഖുർആനില്ലെന്നൊരായത്ത് ഓതുമ്പോഴൊക്കെ ഈ പിതാവിൻ്റെ പദവി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ഹത്താ യന്തഹി ഇലാ ആഖിരി മാ മഅഹു മിനൽ ഖുർആൻ, ആ മനുഷ്യന്, അദ്ദേഹത്തിന് ഖുർആൻ എത്രത്തോളം പാരായണം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം പദവികൾ പിതാവിൻ്റെതായി ഉയരുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് വലിയ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുകയും നമ്മളെ മക്കൾക്കൊക്കെ വിശുദ്ധ ഖുർആനെ പഠിക്കാനുള്ള അവസരം രക്ഷിതാക്കളായ നാം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടുമായിട്ട് ഉണർത്തുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.